ലേനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയ ചങ്ക് വെച്ച് ഒരു കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 200 ഗ്രാം സോയ ചങ്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 15 മിനിറ്റ് ഇത് കുതിരാനായിട്ട് വെക്കാം. സോയ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് ഒന്നുകൂടെ വൃത്തിയായി കഴുകിയെടുക്കാം. നല്ലതായിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞ് എടുക്കാം. സോയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന സോയ ചങ്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലതായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. സോയ മസാല നന്നായി തണുത്തിട്ടുണ്ട്. അത് നല്ലതായി മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. മസാലയെല്ലാം ഉരുളകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കൊടുക്കുന്നത്. കോൺഫ്ലവറിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലൊന്ന് മുക്കി വെക്കാം. കൈവെള്ളയിലൊന്ന് വെച്ച് അമക്കിയാൽ മതി. അങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.